പഠിക്കുന്ന വലിയതോ സ്ഥലത്താന്ന്. അൽഹംദുലില്ലാ പഠിക്കണ്ടല്ലോ അല്ലേ. ഹൈറ് ഏത് നിനക്ക് തലയിൽ തട്ടിട്ടൂടെ പെണ്ണെ? എന്താ ചൊല്ലിടാത്ത? ഞാനൊരു കാര്യം പറയട്ടെ, അത് നമ്മൾ ഹിന്ദുക്കൾക്ക് രൂപമാണ്. ഒരു ഹിന്ദു യുവതി കല്യാണം കഴിച്ചെത്തുന്നത് ഒരു മുസ്ലിം കുടുംബത്തിലേക്കാണ്. ഈ ഒരു പരസ്യം മൂലം തനിഷ്കിന്റെ ഷോറൂമുകളിലേക്ക് പ്രതിഷേധകരെ എത്തിച്ചു. അതായത് നമ്മൾ ക്രിസ്ത്യാനിക്കിട്ട് രൂപമാണ്. കെട്ടിക്ക കാലാവസ്ഥ തലേന്റെ കേട്ടോ. ഒറ്റ പ്രശ്നം. ഇനി നമുക്കൊന്ന് ഓടി നോക്കിയാലോ. നമുക്ക് മുസ്ലിംസിനും കൂടി രൂപ കൊടുക്കാം. അപ്പൊ ത്രികോണമുക്കായില്ലേ. സോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഹെഡ്ഫോൺസ് വെച്ചേക്കുക, കമ്പൽസറി ആണ്. 18 വയസ്സ് താഴെയുള്ള വീഡിയോ കാണാതിരിക്കുക. ഫാമിലി ആയിട്ട് വീഡിയോ കാണുന്നവർ കുനിഞ്ഞിരിക്കുക. മോനെ, ഞാൻ വീഡിയോ കണ്ടു. ഒരെണ്ണം ഒഴിച്ച് എല്ലാം ഇഷ്ടപ്പെട്ടു. കൃപാസന മാതാവിനെ തൊട്ടുകളി വേണ്ട. എനിക്കതേ പറയാനുള്ളൂ. ഞാൻ അനുഭവസ്ഥനാണ്. എങ്കിൽ തൊട്ടിട്ട് തന്നെ ബാക്കി കാര്യം. താങ്ങില്ല മോനെ, നീ എന്നെ മാതാവ് താങ്ങിക്കൊള്ളൂ കേട്ടോ. ചെക്ക്മെന്റ് ആയിപ്പോയോ. കൃപാസന മാതാവെന്നല്ല, വേളാങ്കണ്ണി മാതാവെന്നല്ല, ഏത് മാതാവിനെയും നമ്മളിവിടെ റിയാക്ട് ചെയ്യും. എറണാകുളത്ത് ആംബുലൻസിന് മാർഗ്ഗതടസ്സമുണ്ടാക്കിയ സ്വകാര്യ ബസ് റോങ് സൈഡ് കയറി വന്ന ബസ്സാണ് ഗുരുതരാവസ്ഥയിലുള്ള രോഗിയുമായി പോയ ആംബുലൻസിന് തടസ്സം സൃഷ്ടിച്ചത്. കാരണം നമ്മൾ മാതാവിനെ അല്ലല്ലോ റിയാക്ട് ചെയ്യുന്നത്. മാതാവിന്റെ മതത്തിന്റെ പേര് കാണിച്ചു കൊടുത്ത വ്യാഴത്തിലല്ല റിയാക്ട് ചെയ്യുന്നത്. ഷിബിൻ മത്സര ഓട്ടം നടത്തുകയായിരുന്നു. ഇതിനിടയിലാണ് റോങ് സൈഡ് കയറി വന്ന ആംബുലൻസിന് മാർഗ്ഗതടസ്സമുണ്ടാക്കിയത്. എറണാകുളം ജനറൽ ആശുപത്രിയിലേക്ക് ഗുരുതരാവസ്ഥയിലുള്ള രോഗിയുമായി എത്തിയ ആംബുലൻസ് ആയിരുന്നു. നമുക്ക് കൊച്ചിനെ വിളിക്കാൻ സമയമായല്ലേ. ഏറെ നേരം ആംബുലൻസിന് കുറുകെ ഈ ബസ് ഇട്ടിരുന്നു. പിന്നീട് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് തേങ്ങ മനസ്സിലാവില്ല. നിങ്ങൾ ആദ്യം മുമ്പത്തെ വീഡിയോസ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഐഡിയ എങ്കിലും കിട്ടുള്ളൂ. സോ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ കൊടുത്തേക്കാം. നിങ്ങൾ അത് പോയി കണ്ടിട്ട് കാണുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. അൽഹംദുലില്ലാ പഠിക്കണ്ടല്ലോ അല്ലേ. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ റിയാക്ട് ചെയ്ത മറ്റേ പുള്ളിക്കാരനുണ്ടല്ലോ, പുള്ളിക്കാരൻ ആ കണ്ടന്റ് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. ആ പോസ്റ്റ് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. ആ പോസ്റ്റിന്റെ അടിയിൽ നിങ്ങൾ കാണണമായിരുന്നു. പക്ഷേ അതെനിക്ക് സ്ക്രീൻഷോട്ടുകൾ എടുക്കാൻ പറ്റിയില്ല. 6 ദിവസത്തിനുള്ളിൽ ഞാൻ മരണപ്പെടുമെന്നാണ് പുള്ളിയല്ല കേട്ടോ, പുള്ളിയുടെ കമന്റ് ബോക്സിൽ ചാത്തനെയാണ് നീ കളിയാക്കിയേക്കുന്നത്, ചാത്തനെ തൊട്ടാൽ നിനക്കറിയത്തില്ല. അതിൻ്റെ അടിയിൽ ഇപ്പോൾ ഒരു ആളുകൾ ഞാൻ ചാവാൻ വേണ്ടി പ്രാർത്ഥിക്കുക. ഒന്ന് ആലോചിച്ച് നോക്കണേ. കൂടോത്രം ചെയ്യുന്ന ഒരുത്തൻ്റെ അടിയിൽ പോയിട്ട് കമന്റ് ചെയ്തേക്ക് 6 ദിവസത്തേക്കുള്ളിൽ ഞാൻ ജീവിച്ചിരിക്കത്തില്ല. അപ്പോൾ 6 ദിവസം കഴിഞ്ഞ് അണ്ണൻ്റെ കയ്യിൽ നിന്ന് പോയി. അത് കാരണം അണ്ണൻ ആ പോസ്റ്റ് ഡിലീറ്റ് കളഞ്ഞു. പോടായിരുന്നു ഒരു ചാത്തൻ. എന്നിട്ട് ചാത്തനെ കൂട്ടുപിടിക്കാൻ വേണ്ടി മഹാവിഷ്ണുവിനെ കൂട്ടുപിടിച്ചേക്കുന്നു. ഇങ്ങനെ കുറേ വ്യാളികൾ ആ കമൻറ്റ് ബോക്സിൽ. ഞാൻ 6 ദിവസത്തിനുള്ളിൽ തീരുന്ന പറഞ്ഞു. ഇപ്പോൾ ഒരാഴ്ച കഴിഞ്ഞു. എനിക്ക് പ്രത്യേകിച്ച് കുഴപ്പങ്ങളൊന്നുമില്ല. അപ്പോൾ ചേട്ടൻ ഇമാതിരി വ്യാളിത്തരായിട്ട് ഇനിയും വന്നു കഴിഞ്ഞാൽ ചേട്ടൻ ഇനിയും ഊക്ക് തരുമെന്ന് മാത്രമല്ല, ഇമാതിരി ചാത്തനും കൂത്തനുമായിട്ട് എൻ്റെ അടുത്തേക്ക് വരണ്ട കേട്ടോ. നമ്മൾ നല്ല ഊക്ക് തരും. ഡിലീറ്റ് ചെയ്ത് നന്നായി, ഇല്ലെങ്കിൽ ചേട്ടൻ ഏറിപ്പോയാണ്. കാരണം ഈ കൂടോത്രം കുടച്ചക്രമൊന്നും എൻ്റെ തലയിലേക്ക് കയറത്തില്ല. ആരോട് ചോദിച്ചിട്ട് എഡിറ്റിനുമ്പോ പോയിന്നെ പറ ചതുവ, ഈ ആരോട് ചോദിച്ചിട്ടാ സിനിമക്ക് പോയത്? അല്ല, കുട്ടികൾ വല്ലാത്ത രസം തന്നെയാണ് കേട്ടോ. സത്യം. ഈ കുട്ടികളൊക്കെ നാളെ വളർന്നു വലുതായിട്ടാണല്ലോ നിന്നെ പോലുള്ളവരെ പിടിച്ച് പൂക്കുന്നേ. അതിനൊരു രസമുണ്ട്. ഇതുപോലെ നാളെ മഹ്ശറിൽ വെച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് ചോദിക്കാണ്, നീ ആരോട് ചോദിച്ചിട്ടാണ് സിനിമക്ക് പോയതെന്ന്. പച്ച സിനിമ, ബാക്കിയെല്ലാം ഡെഡ് സിനിമ, ഇതാണ് സിനിമ. അന്ന് നമ്മൾ എന്ത് മറുപടി പറയും? പഴയ സിനിമകളൊക്കെ എവിടെ? അത് കാണിച്ചാ ഞങ്ങൾക്ക്. എല്ലാരും പോയപ്പോ ഞാനും ഒപ്പം പോയിന്നോ, അല്ലെങ്കിൽ കൂട്ടുകാരെ വിളിച്ചപ്പോ ഞാൻ പോയിന്നോ? അള്ളാഹുവാണ് എന്നെ ഇതിനു മുമ്പിൽ എത്തിച്ചത്. ഇത് തീർച്ചയായിട്ടും ഇടണം. ഇതൊക്കെയാണ് സിനിമ കാണുന്നതിന്റെ വിധി. ഇറ്റ്സ് ഹറാം ഹറാം ഹറാം. അത് കാണിച്ചാ ഞങ്ങൾക്ക്. കാരണം അതിൽ ഇസ്ലാം നിഷിദ്ധമാക്കിയ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ പിന്നെ ക്യൂ നിന്ന് പണം കൊടുത്ത് ടിക്കറ്റ് വാങ്ങി തിയേറ്ററിൽ പോയി സിനിമ കാണുന്നത് എങ്ങനെയായിരിക്കുമെന്ന് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. പച്ച സിനിമ. മരണം അതൊരു യാഥാർത്ഥ്യമാണ്. കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്. സിനിമ തിയേറ്ററിൽ വെച്ച് സിനിമ കാണുമ്പോൾ അല്ലെങ്കിൽ ബാറിൽ വെച്ച് കള്ളു കുടിക്കുമ്പോഴാണ് നല്ല മദ്യം അല്ലാഹു സ്വർഗത്തിൽ ചെന്ന് കുടിക്കാൻ തൗഫീഖ് നൽകട്ടെ. ചിന്തിക്കുക മുസ്ലിമേ, ഇനിയും സിനിമയും സിനിമാ തിയേറ്ററുകളും ഉപേക്ഷിക്കാനായില്ലേ?
ബാക്കിയെല്ലാം ഡെഡ് സിനിമ. ഇതാണ് സിനിമ. പലരും സംശയത്തിലാണ് ഈ പറഞ്ഞത്. ഇത് ശരിയായ മുസ്ലിയാർ തന്നെയാണോ? എടാ നീ ക്യാമറയ്ക്ക് മുമ്പിൽ ഇരുന്നല്ലേ വീഡിയോ ചെയ്യുന്നത്? ഇൻസ്റ്റാഗ്രാമിൽ കയറി അക്കൗണ്ട് ഉണ്ടാക്കി അതിനകത്ത് കുറെ ഫോളോവേഴ്സും ഉണ്ടാക്കി ക്യാമറ ഓൺ ചെയ്ത് ഇതുവരെ വീഡിയോ ചെയ്യുന്നതിനൊന്നും നിനക്കൊരു കുഴപ്പമില്ല അല്ലേ? ചിന്തിക്കുക മുസ്ലിമേ. സിനിമ കാണാനായിട്ട് കുട്ടിനെ വിളിക്കാൻ ഒരു കുട്ടി വീഡിയോ ചെയ്തതിന് അവന്റെ റിയാക്ഷനാണ് കാണുന്നത്. ഈ കുഞ്ഞ് മുസ്ലിമാണോ അമുസ്ലിമാണോ നീ എങ്ങനെയാ തീരുമാനിക്കുന്നത്? എനിക്ക് അറിയാൻ പാടില്ലാത്തോണ്ട് ചോദിക്കുക. ഇനി എല്ലാവരെയും പഠിച്ചത് നിന്റെ അള്ളാഹു ആണെങ്കിൽ നല്ല മദ്യം ഈ അള്ളാഹു തന്നെയല്ലേ എന്നെയും പഠിച്ചു വിട്ടാ നിന്നെ നോക്കാൻ വേണ്ടി. ഒരാൾക്കും പറയാൻ കഴിയില്ല. അള്ളാഹുവിനൊരു പറയാൻ പാടില്ല. ഇത് ശരിയായ മുസ്ലിയാർ തന്നെയാണോ? ഞാൻ ഉടമ്പടി തിരി കത്തിക്കുന്ന സമയത്ത് അമ്മ എനിക്ക് ആ തിരിയിൽ വന്നു. എനിക്ക് മനസ്സിലായില്ല അത് അമ്മയാന്നുള്ളത്. ഞാൻ തിരി അത് അമ്മയുടെ നായര് കത്തിച്ചു കഴിഞ്ഞ് പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് കിടത്തി വെച്ച സമയത്താണ് ഞാൻ ആ തിരി മുഴുവനും കത്തി തീരാൻ പോലും നിങ്ങൾ സമ്മതിച്ചില്ലല്ലോ എന്ന് ആലോചിക്കുക. തിരി എടുത്ത് അലമാരിയിൽ കയറ്റി വെക്കാൻ വേണ്ടി പോയപ്പോഴാണ് അതിനകത്ത് മാതാവ് നിൽക്കണേ ഞാൻ കണ്ടത്. തലയ്ക്ക് വെളിവില്ലേ നിങ്ങൾക്കൊന്നും? ഞാൻ വേണമെങ്കിൽ ചെത്തി ഉണ്ടാക്കി കാണിച്ചില്ലേ ഇത് സൂപ്പറായിട്ട്. മെഴുകു പ്രതിമയൊക്കെ ഗാന്ധിയുടെ മെഴുകു. മാഡം ബാക്സ് മ്യൂസിയം. ഗാന്ധിജിയുടെ മെഴുകു പ്രതിമ വരെ ഉണ്ട് അവിടെ. അപ്പോഴാ കിടത്തി വെച്ച സമയത്താണ് ഞാൻ വിലയും നിലവാരവും ഇല്ലാത്ത ആളുകളാണല്ലോ ദൈവമേ കേരളത്തില്. എന്റെ പൊന്നു മാതാവ്, നീ ഇത് കാണുന്നില്ല? 10 പൈസയുടെ വെളിവില്ലാത്തതുങ്ങളാണല്ലോ നിന്റെ അടുത്തേക്ക് വരുന്നത്. മാതാവ് ശരിക്കും നിന്റെ അടുത്തുണ്ടായിരുന്ന നിന്റെ തലമണ്ട അടിച്ചു പൊളിച്ചാല്. ദൈവ ഭയം എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. അതായത് നമ്മളിപ്പോ ആരും കാണാണ്ട് എന്തെങ്കിലുമൊക്കെ മോഷ്ടിക്കുവാണെങ്കിൽ അത് ആരും കാണുന്നില്ലല്ലോ. അപ്പോൾ ആ സ്ഥാനത്ത് നമുക്ക് ദൈവം കാണുന്നുണ്ട് എന്ന് പറഞ്ഞു വേണമെങ്കിൽ അത് ചെയ്യാതിരിക്കാം. ആ ഒരു ആസ്പെക്റ്റിൽ മാത്രമാണ് ഈ ഒരു വിശ്വാസത്തിൽ എന്തെങ്കിലും ഒരു നല്ലതുണ്ടെങ്കിൽ പറയാൻ പറ്റുള്ളൂ. അതിന് നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ ദൈവവിശ്വാസം ഒന്നും വേണ്ട ആവശ്യമില്ല, കോമൺ സെൻസ് മതി അല്ലേ? ഈ ലോകത്ത് ആദ്യമായി ഒരു സ്ത്രീയുടെ അവകാശത്തെ കുറിച്ച് സംസാരിച്ച ഗ്രന്ഥത്തിന്റെ പേര് വിശുദ്ധ ഖുർആൻ എന്നുള്ളതാണ്. വാവ്. സംസാരിച്ച ഗ്രന്ഥത്തിന്റെ പേര് വിശുദ്ധ ഖുർആൻ എന്നുള്ളതാണ്. അത് പുതിയൊരു അറിവാണല്ലോ. സ്ത്രീകളെ ഭരണം ഏൽപ്പിക്കുക, പൊതുകാര്യങ്ങൾ ഏൽപ്പിക്കുക, പിന്നെ അങ്ങനെ കുട്ടികളുണ്ടാവാം. പ്രസവം പറയും. ഒരു സ്ത്രീയുടെ അവകാശത്തെ കുറിച്ച് സംസാരിച്ച ഗ്രന്ഥത്തിന്റെ പേര് നിങ്ങൾ ഉത്തരവാദിത്തങ്ങൾ ചെയ്താൽ മതി. കുട്ടികളെ പോറ്റുക, കുട്ടികൾക്ക് ചോദ്യം പറഞ്ഞു കൊടുക്കുക, അതപോൻ അപോൻ അതപോൻ ഒക്കെ പറഞ്ഞു കൊടുക്കുക, ബിസ്മില്ലി കൊടുക്കുക, കുട്ടികൾ കയ്യിൽ ചോറ് വാരി കൊടുക്കുക. നിങ്ങൾ ഉത്തരവാദിത്തമാണ്. പൊരയിലെ തീ നോക്കുക, പണിയെടുക്കൽ നല്ലതാണ്. ലിപ്സ്റ്റിക് ഇട്ട് വന്നിച്ച് എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറഞ്ഞു കഴിഞ്ഞാല് ഏറി കയറുമെന്ന് അറിയത്തില്ല. ദാത്തെ ലിപ്സ്റ്റിക്കും ഉപയോഗിക്കാൻ പാടില്ല. പോടായിരുന്നു. ഒരു സ്ത്രീയുടെ അവകാശത്തെ കുറിച്ച് സംസാരിച്ച ഗ്രന്ഥത്തിന്റെ പേര് വിശുദ്ധ ഖുർആൻ എന്നുള്ളതാണ്. എന്നാ പിന്നെ അത് നോക്കിയേക്കാം. ഖുർആൻ 4:34. സ്ത്രീകളുടെ മേലധികാരികൾ പുരുഷനാവുന്നു. സ്ത്രീകളെ നിയന്ത്രിക്കാൻ അധികാരം പുരുഷനുണ്ട്, എന്നാൽ തിരിച്ച് പുരുഷനെ നിയന്ത്രിക്കാൻ സ്ത്രീകൾക്ക് അവകാശമില്ല. ഖുർആൻ 4:34. ഇനിയും വേണോ? ഇനിയും തരാം. സഹി അൽ ബുഖാരി 709. സ്ത്രീകൾ ഭരിക്കുന്ന നാട് വിജയിക്കുകയില്ല. സ്ത്രീകളുടെ കയ്യിൽ അധികാരം ഏൽപ്പിച്ചു കൊടുത്ത ഒരു ജനതയും വിജയിച്ചിട്ടില്ല എന്ന് അള്ളാന്റെ റസൂൽ പറഞ്ഞു. എടീ തക്കുടുവാളം പറഞ്ഞപ്പോ സത്യമായിരുന്നല്ലേ? പിന്നെ അങ്ങനെ വരും. അയ്യോ, അവനെ ഞാൻ വെറുതെ കളിയാക്കി. ഒരു ജനതയും വിജയിച്ചിട്ടില്ല. എടാ മോനെ ക്ഷമിക്കടാ, നീ പറഞ്ഞതെല്ലാം സത്യമായിരുന്നു എന്ന് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത്. ഒരു ജനതയും വിജയിച്ചിട്ടില്ല എന്ന് അള്ളാന്റെ റസൂൽ പറഞ്ഞു. നിന്നെ ഞാൻ ഇനി കൊച്ചാക്കി കാണത്തില്ല കേട്ടോ, കാരണം നീ ഒരു കൊച്ചുവാണാണെന്ന് എനിക്ക് പണ്ടേ അറിയാം. ഞാൻ റിയാക്ട് ചെയ്തിട്ട് നിനക്ക് എന്തെങ്കിലും വിഷമം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതങ്ങോട്ട് മനസ്സിൽ വെച്ചാൽ മതി കേട്ടോ, ബാക്കി തരാം. ഈ അടുത്ത കാലത്ത് ഇതൊക്കെ ഉപയോഗപ്പെടുത്തി സോഷ്യൽ മീഡിയയിലും മറ്റും കാണിക്കുന്ന ചില ഇതിപ്പോ അമുസ്ലിമായ ഞാൻ ഖുറാൻ പഠിച്ചിട്ട് ഇവരെ പഠിപ്പിക്കേണ്ട അവസ്ഥയല്ലോ. ഖുറാൻ 4:34. പുരുഷന്മാർ സ്ത്രീകളുടെ മേൽ നിയന്ത്രണാധികാരമുള്ളവരാവുന്നു, എന്നാൽ അനുസരണക്കേട് കാണിക്കുന്നത് നിങ്ങൾ ആശങ്കിക്കുന്ന സ്ത്രീകളെ നിങ്ങൾ ഉപദേശിക്കുക, കിടപ്പറകളിൽ നിങ്ങൾ അവരുമായി അകന്നു നിൽക്കുക, അവരെ അടിക്കുകയും ചെയ്തു കൊള്ളുക. ഖുറാൻ 4:34 ഞാനിപ്പോൾ വായിച്ചത്. ഇത് സൈറ്റ് കാണാൻ പറ്റുന്നുണ്ടോ നിങ്ങൾക്ക്? ഖുറാൻ മലയാളം ഖുറാൻ സെർച്ചാണ്. ട്രാൻസ്ലേഷൻ എടുത്തു കഴിഞ്ഞാൽ ഇതുപോലത്തെ കുറേ സംഭവങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. ഇതൊക്കെ പണ്ഡിത ഗുണാപ്പന്മാരോട് ചോദിച്ചു കഴിഞ്ഞാൽ അവന്മാർ അതിന് ന്യായീകരണം പറയേണ്ടി വരും. എന്നാലും കുഴപ്പമില്ല, താത്തയുടെ വാടഞ്ഞല്ലോ. സ്ത്രീയുടെ അവകാശത്തെ കുറിച്ച് സംസാരിച്ച ഗ്രന്ഥം ഖുറാൻ 4:12. പുരുഷന്റെ പകുതി അവകാശങ്ങൾ മാത്രമേ സ്വത്ത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ സ്ത്രീകൾക്കുള്ളൂ. ഖുറാൻ 4:12. പെണ്ണുങ്ങൾ അങ്ങാടികളിൽ ഇറങ്ങുന്ന പ്രകടനങ്ങൾ ഒഴിവാക്കുക. പെണ്ണുങ്ങളെ അതിനൊന്നും ഏൽപ്പിച്ചിട്ടില്ല. പെണ്ണുങ്ങളുടെ അങ്ങാടി പ്രവേശം വേണ്ട. ഗർഭധാരണം പറയും, പ്രസവം പറയും. അങ്ങനെയൊക്കെ ചില തോന്നിയാസങ്ങൾ നടത്തുന്നവരുണ്ട്. അവരുടെയൊക്കെ ചില വീർപ്പുകാട്ടങ്ങൾ സമുദായത്തിൽ കലക്കാമെന്ന് ഒരു വഹാബിയും വിചാരിക്കേണ്ട. അതൊന്നും നടപ്പുള്ള കാര്യമല്ല എന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. പെണ്ണങ്ങാടി ഇറങ്ങിയിട്ടൊന്നും വിജയിക്കാൻ പോകുന്നില്ല. അല്ലാഹു നമ്മളെ കാക്കട്ടെ. കൊടുക്കുമ്പോൾ എല്ലാവർക്കും കൊടുക്കണ്ടേ, ഇല്ലെങ്കിൽ എന്നെ പിടിച്ച് സംഖ്യയാക്കും. കുഞ്ഞു മഴ നനഞ്ഞാലും വേണ്ടില്ല, കയ്യിലിരിക്കുന്ന പ്ലാസ്റ്റർ ഓഫ് പാരിസ് നനഞ്ഞ് കുതിരരുത്.
എനിക്കിത് കണ്ടപ്പോഴേ ഒരങ്ങന്റെ കയ്യില് പൂമാല കിട്ടിയ അവസ്ഥയാണ് തോന്നിയത്. ഇതാരായി പറയുന്ന ഒരു കഴുത. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയോ, ഭക്തിയുടെയും വിശ്വാസത്തിന്റെ പേരിൽ കുഞ്ഞു മഴ നനഞ്ഞ് പനി പിടിച്ച്, ഈ മഴ നനഞ്ഞാൽ പനി പിടിക്കുമോ എന്നുള്ള കാര്യമൊക്കെ ഇനി മെഡിക്കൽ ബെഞ്ച് കൂടേണ്ടി വരും, അതെനിക്കറിയത്തില്ല. എങ്കിൽ പോരും അല്ലേ, അവരുടെ ആ ഒരു മൈൻഡ് സെറ്റ് ഒന്ന് ആലോചിച്ച് നോക്കി. ശരിക്കും മതം തലയ്ക്ക് പിടിച്ചിരിക്കുന്ന ഇതുപോലത്തെ സ്ത്രീകളാണെങ്കിൽ ആ കുഞ്ഞ് ചത്താ പോലും അവർ ഗണപതി ബാപ്പ മോറിയ, ഗണപതി ബാപ്പ മോറിയ. ഗണപതി സേഫാണോ, നമുക്കത് മതി. ഹൈന്ദവ സംസ്കാരം. ഇനി ത്രിവർണ്ണ പതാക, മുകളിൽ കുങ്കുമം, അടിയിൽ പച്ച, നടക്കുന്നതിന്റെ തന്ത. അവരോടെ തന്തയ്ക്ക് വിളിച്ചപ്പോ എന്തൊരു സുഖം. എന്താ കുങ്കുമം? ധീരതയെയും ത്യാഗസന്നദ്ധതയെയും സൂചിപ്പിക്കുന്നു. അടിക്കാനും ഇടിക്കാനും തല്ലാനും കുത്താനും കഴിവുള്ളവനാണ് മൗളി കാണുന്നത് ഈ കുങ്കുമം. ആ ചേച്ചി ഇപ്പൊ വിചാരിക്കണല്ലോ ഈ കൊച്ചു തൃക്കാവടി എന്തൊക്കെയാ പറയുന്നത്. ഈ താഴെ കാണുന്ന പച്ച അതല്ല, അത് പച്ചത്തത്ത. പക്ഷെ നടുക്കത്തെ വെള്ളയുണ്ടല്ലോ അത് നമ്മളാ. മനസ്സിലായവർക്ക് ആ ദൈവത്തെ സ്തുതിക്കുന്നു. വെള്ളം നടുക്ക് വന്നതിനാൽ ദൈവത്തെ വാഴ്ത്തുകയാണ്. ദേശീയ പതാകയുടെ നടുക്ക് വെള്ളം കൊണ്ടുവന്ന ദൈവത്തിന് സ്തോത്രം, വെള്ളം കൊണ്ടുവന്ന ദൈവത്തിന് സ്തോത്രം. തീർന്നില്ല ബാക്കി ഞാൻ തരാം. കൊച്ചു കമോൺ. ഈ ചക്രം ഉണ്ടല്ലോ, ഈ അധികാരത്തിന്റെ ചിഹ്നം അശോക ചക്രം, അത് വെള്ളയല്ല. അത് പച്ചയ്ക്കും കൊടുത്തില്ല, കുങ്കുമത്തിന് ദൈവം കൊടുത്തില്ല, അത് വെള്ളയ്ക്കാ വന്ന ഗ്ലോറി. നിന്റെ അച്ഛനും നിന്റെ അച്ഛന്റെ അച്ഛനും വലിയൊരു ശോകം, ദുഃഖം. അശോകം ദുഃഖം മാറുമെന്ന്. അപ്പോൾ ദുഃഖം മാറണമെങ്കിൽ വെള്ള വരണം. നീ പച്ചയാണേലും വരണം, കുങ്കുമാണേലും ദുഃഖം മാറണേ വെള്ള വരണം. മനസ്സിലായവർക്കായി ദൈവത്തെ സ്തുതിക്കുകയാണ്. അത് മനസ്സിലായവർക്കായി ദൈവത്തെ വാഴ്ത്തുകയാണ്. അത് മനസ്സിലായതിന്റെ തന്തയ്ക്ക്. ഇന്ന് രാത്രി നീ വെള്ളയിൽ വരണം. അതിന്റെ അർത്ഥം യേശുവിൽ വരണം. ഇടയിൽ വരണം. യേശുവിൽ വരാതെ നിനക്ക് പ്രവാസം കിട്ടുകയില്ല. എങ്കിൽ പാസ്റ്റർ പോയി മുമ്പ് കൊച്ചു നല്ലത് കൊടുക്ക്. എന്തൊരു രസം. സ്ത്രീകൾ മൂക്ക് കുത്തുന്നതിന് ഒന്ന് പോടെ എഴുതി വെച്ച് എന്റെ പൊണ. ഞാൻ അടുത്ത വീഡിയോയിൽ ഞാൻ നോക്കാം. എന്ത് പറഞ്ഞാലും സ്ത്രീ 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 എന്ത് പറഞ്ഞാലും സ്ത്രീ വിരുദ്ധത. അവർക്ക് സ്ത്രീകളെ കാണുന്നതാണെങ്കിൽ അങ്ങനെ അങ്ങോട്ട് ജനിപ്പിച്ചാൽ പോരെ പറ്റുള്ളൂ. കൗസല്യ സുപ്രജ രാമപൂർവ സന്ധ്യ പ്രവർത്തതേ ഉത്തിഷ്ഠ നരസർദുല കർത്തവ്യം ദൈവമാ. എന്താണത്? സ്ത്രീകൾ വാഹനം ഓടിക്കുന്നത് തെറ്റാണ്. എടാ വെറുതെ വിടറ ഈ സ്ത്രീകളെ. തെറ്റാണെന്ന് കേൾക്കുന്നു. ഇതിന്റെ ഇസ്ലാമിക നിയമം അല്ലേ? എന്തൊരു തോൽവികളാടാ നീയൊക്കെ. എന്തൊരു പ്രവൃത്തി ചെയ്യുന്നതിന് തൊട്ട് മുമ്പായി ചൊല്ലുന്ന നാമമാണ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. കാരുണ്യവാനും കരുണാനിധിയുമായ ദൈവത്തിന്റെ നാമത്തിൽ എന്നാണ് അതിനർത്ഥം. ഖുർആൻ വായിച്ചാൽ നമുക്കറിയാം, ഖുർആനിലുടനീളം നായക്ക് 40 വട്ടം പൊട്ടിന് തേങ്ങ ഇട്ട പോലെ ഞാൻ കാരുണ്യവാനാണ്, ഞാൻ കരുണാനിധിയാണ്, ഞാൻ നീതിമാനാണ്, ഞാൻ പരമദയാലുവാണ്. ഇതിങ്ങനെ നിരന്തരം അള്ളാഹു ആവർത്തിക്കുന്നുണ്ട്. സ്വയം പൊക്കി പറയുന്നുണ്ട്. ഒരാൾ നീതിമാനാണോ അല്ലെങ്കിൽ ഒരാൾ കാരുണ്യവാനാണോ കരുണാനിധിയാണോ എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് അദ്ദേഹത്തിന്റെ പ്രവൃത്തി കണ്ടിട്ട് അതിന് വിലയിരുത്തി മറ്റുള്ളവരാണ് അങ്ങനെ അയാൾ കാരുണ്യവാനാണോ എന്ന് മനസ്സിലാക്കേണ്ടത്. പക്ഷേ ഖുർആനിൽ അള്ളാഹു ഉടനീളം മറ്റു മതസ്ഥരെ വെട്ടിക്കൊല്ലാൻ പറഞ്ഞാലും അതിന്റെ അടിയിലുണ്ടാവും ഞാൻ കാരുണ്യവാനാണ്, ഏറെ പൊറുക്കുന്നവനാണ്, അല്ലെങ്കിൽ കഠിനമായി ശിക്ഷിക്കുന്നവനാണ് എന്ന് പറഞ്ഞതിന്റെ ആയത്തിന്റെ അടിയിലുണ്ടാവും ഞാൻ കാരുണ്യവാനാണ്, കരുണാനിധിയാണ്, ഏറെ പൊറുക്കുന്നവനാണ് എന്നിങ്ങനെ സ്വയം പൊക്കി പറയുന്ന ഒരു അള്ളാഹുവിനെയാണ് ഖുർആനിൽ ഞാൻ കണ്ടത്. ഭാര്യനെ അടുപ്പിക്കരുത്, കടപ്പറയുന്നത് മാറി വെക്കണം, വേണമെങ്കിൽ അവൾ അടിച്ചുകൊള്ളുക എന്നൊക്കെ എഴുതി വെച്ചിട്ട് ഞാൻ അവസാനം മഹാനാണെന്ന് എഴുതി വെക്കുന്നതിന്റെ അർത്ഥം എനിക്ക് മനസ്സിലാവുന്നില്ല. ആർക്കെങ്കിലും അറിയാമെങ്കിൽ ഒന്ന് പറഞ്ഞു തരിക. ഈ ലോകത്ത് ആദ്യമായി അമ്മയ്ക്കത് ഇഷ്ടപ്പെട്ടില്ല കേട്ടാ. അമ്മ ഇപ്പോഴും വിചാരിച്ചേക്കണത് ഈ വസ്ത്രം മുസ്ലിംസിന്റെ ആണെന്നാ. സാരമില്ല, വസ്ത്രധാരണം ഒരാളുടെ സ്വാതന്ത്ര്യമാണ്. അമ്മയ്ക്ക് പതുക്കെ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അമ്മയ്ക്ക് കാര്യം പിടികിട്ടിക്കോളും. അവര് മറ്റേ മതത്തിൽ ഇഞ്ചക്ട് ആയിട്ട് വളർന്നു പോകുന്നുണ്ടോ, കാര്യമാക്കണ്ട, പതുക്കെ ഇരുത്തി പറഞ്ഞു കൊടുത്താൽ മതി. നിനക്ക് തലയിൽ തട്ടിട്ടൂടെ പെണ്ണെ? എന്താ ചൊല്ലിടാത്തെ? ഞാനൊരു കാര്യം പറയട്ടെ, നമ്മൾ എന്തിനാണ് ചുമ്മാ ഇങ്ങനെ കഴുത്തിൽ കൂടെ ഒരു ഷോള് ഇടേണ്ട കാര്യമില്ല. അതുകൊണ്ട് പ്രത്യേകിച്ച് ആൾക്കാരെ കാണിക്കാനായിട്ട് ചുമ്മാ ഇടുന്നു. പിന്നെ ഞാൻ ഷോൾ ഇട്ടോണ്ടിരുന്ന കുറെ ഇങ്ങനെ ആൾക്കാരെ ബോധിപ്പിക്കാനുമായിരുന്നു. കാര്യം പറയട്ടെ, ഒരു സ്ത്രീക്ക് ഒരു പുരുഷനോട് ഉണ്ടാവുന്നതിനേക്കാൾ അട്രാക്ഷൻ അല്ലെങ്കിൽ കാമത്തിന്റെ നോട്ടം സ്വാഭാവികമായിട്ടും ഒരു പുരുഷൻ സ്ത്രീയോടായിരിക്കും കൂടുതൽ ഉണ്ടാവുക. എന്താ പറയുന്ന വെച്ചാല്, അതായത് ഇവൻ ഇൻഡയറക്റ്റ് ആയിട്ട് പറയുകയാണ്
ഞങ്ങൾ ആണുങ്ങൾ കുറച്ച് വികാരമുള്ളവരാണ്. ഞങ്ങൾ ഇങ്ങനെ പെൺകുട്ടികളെ വേറെ പെൺകുട്ടികളെ കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ വികാരം മൂത്ത് പലതും ചെയ്തു പോകും. ആ ഒരു രീതിയിലാണ് പടച്ച റബ്ബ് സൃഷ്ടിച്ചിട്ടുള്ളത്. ഞങ്ങൾക്ക് ഞങ്ങളെ തന്നെ കൺട്രോൾ ചെയ്യാനുള്ള കഴിവില്ല. ഞാൻ അത്രയും ഒരു തോൽവിയാണ്. അതുകൊണ്ട് മറ്റുള്ള പെൺകുട്ടികളെല്ലാം മറച്ച് നടക്കണമെന്നാണ് ഈ പൊട്ടം പറയുന്നത്. അതല്ല ഉദ്ദേശിച്ചത്. എന്താ അങ്ങനെ പറയുന്നത് വെച്ചാല് പുരുഷന് ഒരു സ്ത്രീയോടുള്ള നോട്ടം അത്രക്കും ഭയാനകരമാണ്. അതുകൊണ്ടാണ് പറയുന്നത് ആരാ? അല്ലെങ്കിൽ കാമത്തിന്റെ നോട്ടം ആണല്ലേ നീ? ഒരു പുരുഷന് സ്ത്രീയോടായിരിക്കും കൂടുതൽ ഉണ്ടാവും. നീ പറയുന്നതൊക്കെ ശരി തന്നെ എന്ന് പറഞ്ഞ് നമുക്ക് കൺസെന്റ് എന്ന് പറയുന്നൊരു സാധനം ഇല്ലേ? ആരെങ്കിലും ഒരു സ്ത്രീ എന്തെങ്കിലും വസ്ത്രം ഇട്ട് കഴിഞ്ഞാൽ നിന്റെ സുന പൊങ്ങുവോ? നീ അങ്ങനെയാണോ? അതാണോ നീ ഇവിടെ പറഞ്ഞു വരുന്നേ? ഇങ്ങനെ മറച്ച് കളഞ്ഞാൽ മതിയോ? ഇത് കുറച്ച് ഓവറായല്ലേ. അപ്പം അങ്ങനെ മറച്ചിട്ടും കാര്യമില്ല. മറയ്ക്കേണ്ട രീതിയിൽ മറയ്ക്കണം അല്ലേ? നിനക്കൊരു ഹിജാബ് മേടിച്ചിട്ട് നിന്റെ കണ്ണങ്ങോട്ട് പൊത്തിയ പ്രശ്നം തീർന്നില്ലേ? പിന്നെ നിന്റെ കുടുംബത്തിലുള്ളവരെ നാളെ നിനക്കൊരു കുഞ്ഞ് എനിക്കുകയാണെങ്കിൽ അവരുടെയൊക്കെ ചിന്താഗതി നിനക്ക് പറഞ്ഞു കൊടുത്ത് മാറ്റാൻ പറ്റിക്കഴിഞ്ഞാൽ ഈ ഒരു പ്രശ്നം ബാധ്യത ഒഴിവാക്കാൻ പറ്റത്തില്ലേ? അതിന് നീ ഹിജാബ് കൂട്ടുപിടിക്കുന്നു. നാണമില്ലാടെ സ്വയം തോൽവിയാണെന്ന് പറയാനായിട്ട്. ഒരു സ്ത്രീ പുറത്തിറങ്ങുമ്പോൾ അവർ മറക്കേണ്ട സാധനങ്ങളെല്ലാം മറച്ചു പുറത്തിറങ്ങണമെന്ന് ഇസ്ലാം ആ സ്ത്രീയോട് കൽപ്പിക്കുന്നത്. ഇവിടെ ഞാനും ആൺകുട്ടി തന്നെയാണ്. നമുക്ക് സ്ത്രീകളെ കാണുമ്പോൾ അട്രാക്ഷനൊക്കെ തോന്നും എന്ന് കരുതി നമ്മൾ ഈ കൺസെന്റ് എന്നൊക്കെ പറയുന്നൊരു സാധനം ഇല്ലേ? അല്ലാണ്ട് വെറുതെ അങ്ങോട്ട് കയറി എന്തുവാ ഇത്? സ്ത്രീയുടെ സുരക്ഷയ്ക്ക് വേണ്ടിയാണ്. ഇല്ലാന്നൊന്നും ഞാൻ പറയുന്നില്ല. കുറേയൊക്കെ കാരണം നമുക്ക് എല്ലാവരും ഒന്നും കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല അല്ലേ? ഒരു കടലിൽ ചെന്ന് കഴിഞ്ഞാൽ നമ്മളെ കടിക്കാത്ത ഡോൾഫിനും ഉണ്ട്, കടിക്കുന്ന ഡോൾഫിനും ഉണ്ട്. ശരിയല്ലേ? അപ്പം നമ്മളാണ് ശരിക്കും ശ്രദ്ധിക്കേണ്ടത്. അതൊക്കെ ശരി തന്നെ. സ്ത്രീയുടെ സ്ട്രക്ചർ, സ്ത്രീയുടെ ശരീരം ആ ഒരു രീതിയിലാണ് പടച്ച റബ്ബ് സൃഷ്ടിച്ചിട്ടുള്ളത്. പിഞ്ചു കുഞ്ഞുങ്ങളെ വരെ പീഡിപ്പിച്ചു കൊല്ലുന്ന ഈ നാട്ടിൽ, സ്വന്തം അപ്പം വരെ സ്വന്തം മക്കളെ പീഡിപ്പിച്ചു കൊല്ലുന്ന ഈ നാട്ടിൽ സ്ത്രീകളുടെ സുരക്ഷയ്ക്കും പ്രൊട്ടക്ഷനും വേണ്ടി അങ്ങനെ തന്നെ പടച്ചുവിട്ട അള്ളാഹു ഒരു സർവ്വശക്തൻ തന്നെ. അങ്ങനെ സൃഷ്ടിച്ച അള്ളാഹുവിനെ സമ്മതിക്കണ്ടേ ഈ കുത്തിരിപ്പ് മൊത്തം ഉണ്ടാക്കാൻ വേണ്ടി? എന്തിനാണ് ഇങ്ങനെ ഒരു കുത്തിരിപ്പ് ഉണ്ടാക്കുന്നത്? ഒരു മുസ്ലിം സ്ത്രീയെ ഇങ്ങനെ സംരക്ഷിക്കാനും പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയാണ് അവളോട് മറച്ചു നടക്കാൻ പറയുന്നതെങ്കിലും അങ്ങനെ അങ്ങോട്ട് സൃഷ്ടിച്ചാൽ പോലെ എന്തിനാടാ ഇങ്ങനെ സൃഷ്ടിച്ചിട്ടുള്ളത്? അതായത് നിന്നെപ്പോലുള്ളവരൊക്കെ ഇങ്ങനത്തെ സ്ത്രീകളെ കാണുമ്പോൾ നോക്കി രണ്ടെണ്ണം വിടും എന്നുള്ള രീതിയിലാണ് നിന്നെ സൃഷ്ടിച്ചേക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇസ്ലാം മതം ഒരു സ്ത്രീ പുറത്തു പോകുമ്പോൾ അവള് മറക്കേണ്ട, ഇസ്ലാമല്ല നിന്നെപ്പോലുള്ളവർ കൽപ്പിക്കുന്നത്, അവള് മറക്കേണ്ട അന്യ പുരുഷന്മാർക്കിടയിൽ അവള് കാണിച്ചു കൊടുക്കാൻ പറ്റാത്ത ഭാഗങ്ങൾ മുഴുവൻ മറക്കണമെന്ന് പറഞ്ഞു. അതൊരു സ്ട്രിക്റ്റ് നിയമമല്ല, സ്ട്രിക്റ്റ് അല്ലേ, റൂളല്ല. ആ സ്ത്രീയുടെ ശരീരം നീ എന്തെങ്കിലും ഒന്ന് പറ, സ്ട്രിക്റ്റ് ആണോ അതോ ഇസ്ലാം ആ സ്ത്രീയോട് കൽപ്പിക്കുന്നത്? എന്നിട്ട് നീ ഇപ്പൊ പറയുന്നത് സ്ട്രിക്റ്റ് നിയമമല്ലെന്ന്. അതൊരു സ്ട്രിക്റ്റ് നിയമമല്ല. നീ എവിടെയെങ്കിലും ഒന്ന് ഉറച്ചു നിൽക്കുക. നീ ആദ്യം പറഞ്ഞു ഇസ്ലാം ആ സ്ത്രീയോട് കൽപ്പിക്കുന്നത്. അതൊരു സ്ട്രിക്റ്റ് നിയമം. എന്ത് കോമഡിയാണ് അവന്മാര്. നീ ആദ്യം എന്താ പറഞ്ഞേ? ഇസ്ലാം പറയുന്നതും ഖുറാൻ പറയുന്നതൊക്കെ അതെവിടെ അനുസരിക്കണമെന്നല്ലേ നിങ്ങൾ പറയുന്നേ? ഇസ്ലാം ആ സ്ത്രീയോട് കൽപ്പിക്കുന്നത്. നീ എന്തുകൊണ്ടാ സ്ട്രിക്റ്റ് നിയമമല്ല എന്ന് പറയുന്നതിന്റെ കാര്യമായിരിക്കും. പക്ഷെ നീ ഇപ്പൊ ഈ കാലത്ത് ജീവിക്കുന്നവരുടെ നിന്റെ കയ്യിൽ നിൽക്കിയരാ, നിനക്ക് നല്ല ഊക്ക് കിട്ടും. പക്ഷെ എന്നാലും ഞാൻ ഊക്ക് തരും. ഉദാഹരണം ഒന്നും പറയില്ല. കാരണം വാ തുറക്കണ്ട. മുഹമ്മദ് നബി പറഞ്ഞു, മറ്റോര് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞാല് എന്നോട് 6-ാം നൂറ്റാണ്ടിക്ക് ബസ് കയറാൻ പറയും. 6 നീ ഇപ്പോഴും 12-ാം നൂറ്റാണ്ടിലാണ്. അതുകൊണ്ട് ഞാൻ അങ്ങനത്തെ ഉദാഹരണങ്ങളൊന്നും പറയുന്നില്ല. നീ വാ തുറക്കരുത്. അതും കഴിഞ്ഞിട്ട് സ്വന്തം മക്കളെ വരെ സ്വന്തം അച്ഛൻ വരെ പീഡിപ്പിക്കുന്നു വാർത്തകൾ പുറത്തു വരുമ്പോ അതൊക്കെ കേൾക്കുമ്പോ എത്ര ഭയാനകരമാണ്. നീ എന്തെങ്കിലും ഒന്ന് പറ. നീ തന്നെ ഇത് രണ്ടും പറയാതെ അപ്പൊ നിനക്ക് മനസ്സിലായില്ലേ വസ്ത്രം കൊണ്ട് കാര്യമൊന്നുമില്ലെന്ന് അല്ലേ? കൊച്ചു കുട്ടികളെ വരെ പീഡിപ്പിക്കുന്ന ആൾക്കാർ ഇവിടെ ഉണ്ട്. ഒരു പെൺകുട്ടി അവൾക്ക് ഇഷ്ടമുള്ള വസ്ത്രം ധരിച്ചു എന്നത് കൊണ്ട് നിനക്ക് അവളെ കാണുമ്പോൾ എന്തെങ്കിലും പൊങ്ങുന്നുണ്ടെങ്കിൽ അത് നിന്റെ ചിന്താഗതിയുടെ കുഴപ്പമാണ്. പുരുഷനെ കൂട്ടുപിടിക്കാറാ. നിനക്ക് സ്ത്രീയോടുള്ള നോട്ടം എന്ന് പറ. നിന്റെ കാമപ്രാന്തിന് നീ എന്തിനാ എല്ലാ പുരുഷന്മാരെയും കൂടി ചേർക്കുന്നത്? നിനക്ക് കൺട്രോൾ ചെയ്യാൻ കഴിവില്ലെങ്കിൽ നീ വല്ല മുരിക്കുമ്പോഴും പോയി കയറ്. അതുകൊണ്ട് വസ്ത്രത്തിന് യാതൊരു ഇമ്പോർട്ടൻസും ഇല്ല ഇതിനകത്ത്. ലാ ഇക്റാഹ ഫിദ്ദീൻ എന്ന് വെച്ചാൽ എന്താ അർത്ഥം അറിയോ? ദീനിൽ, അതായത് മതത്തിൽ നിർബന്ധമില്ല. വ്യക്തമാക്കി പറഞ്ഞാൽ ഇസ്ലാം ആ സ്ത്രീയോട് കൽപ്പിക്കുന്നത് ആർക്ക് വേണമെങ്കിലും മതത്തിൽ വിശ്വസിക്കാം. എന്ന് കരുതി ഈ ഒരു മതത്തിന്റെ പേരിൽ അങ്ങോട്ട് അടിച്ചേൽപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അവരിട്ടോളൂ അത് വേണമെന്നുണ്ടെങ്കിൽ. ഏകദേശം 2 ദിവസം മുമ്പ് ഒരു റീല് കണ്ടു. ആ റീല് നിങ്ങളൊന്ന് കണ്ടോ? കാണാം. വൈ ഡു മുസ്ലിം വുമൺ വെയർ ഹിജാബ്? 5 4 3 2 1 അല്ലാഹു അക്ബർ. വെച്ചപ്പോൾ തന്നെ ഉറുമ്പ് വന്നു. വല്ലാത്തൊരു ഉപമ തന്നെ. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു 10 മീറ്റർ ഹിജാബ് മേടിച്ചിട്ട് കിച്ചൺ മൊത്തം അങ്ങോട്ട് മൂടി. ഇപ്പൊ ഉറുമ്പ് പോയിട്ടൊരു ഉടുമ്പ് പോലും വരുന്നില്ല. നീ ഒരു കട്ടുറുമ്പാണെന്ന് മാത്രമല്ല എത്ര മോശമാണ്. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുകയാണെങ്കിൽ 5-6 വയസ്സുള്ളവരെ തന്നെ
പീഡിപ്പിക്കപ്പെടുന്നുണ്ടെങ്കിൽ ഒരു മനുഷ്യന്റെ ചിന്താഗതി എത്ര ബാഡാണ്, എത്ര മോശമാണ്. ഒരു നിമിഷം പലതായിട്ട് എന്നോട് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്. 10ഓളം സ്ത്രീകളെ ഭാര്യമാരായി സ്വീകരിച്ചിട്ടുള്ള പ്രവാചകൻ, അതിൽ തന്നെ 6 വയസ്സുള്ള പെൺകുട്ടിയടക്കം ഉണ്ടായിരുന്നു എന്നതായിട്ട് കാണാൻ സാധിക്കും. അങ്ങനെയുള്ള ഒരു മനുഷ്യനെ എന്തടിസ്ഥാനത്തിലാണ് നാം ദൈവദൂതനായൊക്കെ പരിഗണിക്കുന്നത്? എങ്ങനെ കിട്ടി കുട്ടി ധൈര്യം? 5ഉം 6ഉം വയസ്സുള്ളവരെ തന്നെ പീഡിപ്പിക്കപ്പെടുന്നുണ്ടെങ്കിൽ 6 വയസ്സുള്ള പെൺകുട്ടിയടക്കം എന്താ ഞാൻ കേൾക്കുന്നത്? എത്ര ബാഡാണ്, എത്ര മോശമാണ്. قديش عمرك؟ هلا 10. بتروح على المدرسة؟ مين طلعك من المدرسة؟ خطيبي أحمد. مساء الخير أحمد. مين بتكون محاسب؟ خطيبتي. قديش عمرك أحمد؟ أنا 15. شو اللي بيلفت رجل راشد بجسد طفلة لم يكتمل نموه معه؟ ما بدي فلتة. ശൈശവ വിവാഹങ്ങളൊക്കെ ക്രിമിനൽ കുറ്റമായി കാണപ്പെടുന്ന ഈ ഒരു സമൂഹത്തിൽ മറുപടി പറയടാ. പണ്ടൊക്കെ കുറച്ചൊക്കെ മുമ്പേ വേറുള്ളവരെ മക്കളെ അതേ ചര്യ തന്നെ പിൻപറ്റേണ്ടതുണ്ടോ എന്നുള്ളതാണ് വ്യക്തമായ മറുപടി. ഇല്ല, ഈ വ്യക്തിഹത്യയുടെ വേദിയിൽ ഇനി ഒരു നിമിഷം എനിക്ക് ഇരിക്കാൻ പറ്റില്ല. ടാറ്റയുടെ തനിഷ്കിന്റെ ഒരു അഡ്വർടൈസ്മെന്റ് മാത്രം മതി. അവിടെ ഒരു ഹിന്ദു യുവതി കല്യാണം കഴിച്ചെത്തുന്നത് ഒരു മുസ്ലിം കുടുംബത്തിലേക്കാണ്. ഈ ഒരു പരസ്യം മൂലം തനിഷ്കിന്റെ ഷോറൂമുകളിലേക്ക് പ്രതിഷേധകരെത്തിച്ചു. അവര് മാപ്പ് പറഞ്ഞുകൊണ്ട് അവർ ഈ ആഡ് പിൻവലിച്ചു. രത്തൻ ടാറ്റ ഇന്ത്യയിലെ ഏറ്റവും ആളുകൾ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്ത ഒരാളാണ്. പക്ഷെ അദ്ദേഹം പോലും മതത്തെ ഒന്ന് തൊട്ട് കഴിയുമ്പോഴേക്കും ആ സ്നേഹവും ബഹുമാനം എല്ലാം പോകും എന്ന് തന്നെയാണ് ആ പ്രതിഷേധങ്ങൾ മനസ്സിലാക്കിയത്. അത് മാത്രമോ, ഈ പ്രതിഷേധിക്കാൻ പോയവന്മാരുടെ കാര്യമാണ് അതിലും വലിയ കോമഡി. ഇട്ടണ്ട് പോയത് അർമാനി എക്സ്ചേഞ്ച്, നൈക്ക്, അഡിഡാസ് പോലുള്ള ബ്രാൻഡുകളുടെ ഡ്രസ്സ് വിട്ടിട്ടാണ് ഇവന്മാർ ടാറ്റയ്ക്കെതിരെ പ്രതികരിക്കാൻ പോയത്. ഒന്ന് ആലോചിച്ച് നോക്കണേ. ദൂതന്മാരുടെ ഡ്രസ്സൊന്നും ഞങ്ങൾ ധരിക്കത്തില്ല, അതെല്ലാം ഞങ്ങൾക്ക് ഹറാമാണ്, അല്ലെങ്കിൽ ഞങ്ങൾക്ക് അത് എതിരാണ് എന്ന് പറഞ്ഞ് പ്രതികരിക്കുന്നത് എന്തിട്ടുണ്ടാണ്? ഈ പറയുന്ന അർമാനി എക്സ്ചേഞ്ച്, അഡിഡാസ്, നൈക്കി പോലുള്ള ബ്രാൻഡുകൾ. ഇവന്മാർ പ്രതിഷേധിക്കുന്നതിന് മുമ്പ് ആദ്യം വീട് തല്ലി പൊടിക്കണം. വീട്ടിലെ ഓരോ സാധനങ്ങളല്ലേ, ഉപ്പോട്ട് കർപ്പൂരം വരെ എന്ന് വേണമെങ്കിൽ പറയാം. ഉപ്പോട്ട് കർപ്പൂരം വരെ എന്ന് ഞാനൊരു ഉപമ പറഞ്ഞതാണ്. എങ്കിൽ തന്നെ ഓവറോൾ സാധനങ്ങളെല്ലാം തന്നെ നമ്മൾ ഈ പറയുന്ന രത്തൻ ടാറ്റയുടെ സാധനങ്ങൾ തന്നെയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ വീട്ടിൽ കിടന്ന റേഞ്ച് റോവർ കാറും ടാറ്റയുടെ കാറും അതുപോലെ തന്നെ വീട്ടിലെ കമ്പികളും എല്ലാം അടിച്ച് പൊളിച്ച് കത്തിച്ചിട്ട് വേണം ഇവന്മാർ പ്രതിഷേധത്തിൽ പങ്കെടുക്കാനായിട്ട്. അപ്പോൾ ശരിക്കും മതഭ്രാന്ത് എന്താണെന്ന് തലയ്ക്ക് വെളിവില്ല എന്നുള്ള ഇത് കാണുമ്പോൾ വളരെ ഈസി ആയിട്ട് മനസ്സിലാവും. ഏത് പട്ടിക്കുഞ്ഞിനും മനസ്സിലാവും തലയ്ക്ക് വെളിവില്ല എന്ന്. ആദ്യ ബഹിരാകാശ സഞ്ചാരി നീൽ ആംസ്ട്രോങ് അല്ല, ഹനുമാൻ. നിന്നെ കണ്ടാ പറയല്ലടാ നീ ഒരു മതഭ്രാന്തനാണെന്ന്. ഇത്രയും പിള്ളേരെ കൊണ്ട് ഇരുത്തിയിട്ട് നീൽ ആംസ്ട്രോങ് അല്ല, ഹനുമാനാണെന്ന്. എൻ്റെ പാർട്ട് 7ഓ 6ഓ മതസൗഹാർദ്ദ ബുക്കിൽ ഞാനിതുപോലെ ഒരു വീഡിയോ കാണിച്ചിട്ടുണ്ട്. A മുതൽ Z വരെ അൽഫാബറ്റ്സ് പഠിപ്പിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ചിലർ. 10ഓളം മതഭ്രാന്തുണ്ട് നോർത്ത് സൈഡിലേക്ക് പോകുമ്പോൾ ഹിന്ദുത്വത്തിൽ. കഴിഞ്ഞ തവണ ഹിന്ദുക്കൾക്ക് കുറച്ച് കുറഞ്ഞു പോയെന്ന് പറഞ്ഞു. എന്നാൽ പിന്നെ കുറച്ച് കൂട്ടിക്കൊടുത്തേക്കാന്ന് ഞാനും വിചാരിച്ചു. എന്ത് പറയുന്നു? യുവറുള്ള കുട്ടികളാണ് വളർന്നു വലുതായി മതഭ്രാന്തം പറഞ്ഞു നടക്കുന്നതെന്ന് പറയുമ്പോൾ ആലോചിച്ച് നോക്കിയേ. സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറായ ജാസ്മിൻ ജാഫർ റീൽസ് ചിത്രീകരണത്തിനിടെ കാൽ കഴുകിയ ഗുരുവായൂർ ക്ഷേത്രക്കുളത്തിൽ പുണ്യാഹം. ക്ഷേത്രത്തിൽ 6 ദിവസത്തെ പൂജകളും ശീവേലിയും ആവർത്തിക്കും. നാളെ രാവിലെ മുതൽ 18 പൂജകളും 18 ശീവേലിയും വീണ്ടും നടന്നു. ഗുരുവായൂർ ദേവസ്വത്തിന്റേതാണ് തീരുമാനം. അഹിന്ദുവായ ജാസ്മിൻ ജാഫർ ഈ ക്ഷേത്രക്കുളത്തിൽ എത്തുകയും അവിടെ കാൽ ഈ അഹിന്ദുവായെന്ന് പറയുമ്പോൾ ഈ അഹിന്ദു ആണെന്ന് എങ്ങനെ മനസ്സിലായി? ജാസ്മിൻ ജാഫർ ബിഗ് ബോസിൽ വൈറലായതുകൊണ്ട് എല്ലാവർക്കും അറിയാം ജാസ്മിൻ ഒരു മുസ്ലിം ആണെന്ന്. ആ സമയത്ത് ഗുരുവായൂർ അഡ്മിനിസ്ട്രേറ്റർ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ യവനപൂർവന്റെ ഒക്കെ പാലിടിച്ച് പൊളിക്കണം. അത് തന്നെ, എന്നാലേ ഇവനൊക്കെ പഠിക്കുള്ളൂ. എത്രയോ പെൺകുട്ടികൾ വേറെ മതത്തിലുള്ള ക്രിസ്ത്യാനികളായിട്ടും മുസ്ലിംസ് ആയിട്ടുള്ളതൊക്കെ ഇതുപോലെ സാരി കൊടുത്ത് ആ കുളത്തിൽ കാല് കഴിട്ട് പോയിട്ടുണ്ട്. അപ്പോഴൊന്നും ഇല്ലാത്ത അശുദ്ധിയാണ് അറിയാവുന്ന ഒരാൾ വന്ന് കാലി ചവിട്ടിയപ്പോ. എന്തോന്നടേ ഇതൊക്കെ. ഗുരുവായൂർ ദേവസ്വം ഈ പുണ്യാഹം നടത്താനും ശുദ്ധി വരുത്താനുമുള്ള ചടങ്ങുകളും നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത്. ഒരു തലയ്ക്ക് വെളിവില്ലാത്തവന്മാരാണോ ഈ അമ്പലത്തിലിരിക്കുന്നവരെല്ലാം? കുളം ശുദ്ധി വരുത്തും. ക്ഷേത്രത്തിൽ 6 ദിവസത്തെ പൂജകളും ശീവേലിയും ആവർത്തിക്കാനും തീരുമാനമുണ്ട്. നാളെ രാവിലെ മുതൽ 18 പൂജകളും 18 ശീവേലികളും 18 പൂജകളും 16 അടിയന്തരം കൂടി നടത്തും. വീണ്ടും നടത്താനാണ് തീരുമാനിച്ചിരിക്കുന്നത്. നാളെ ഉച്ചവരെ ദർശനത്തിന് നിയന്ത്രണവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇവിടുത്തെ കോമഡി വെച്ചാൽ ഇവിടെ പോലീസായിട്ടിരിക്കുന്നവരും ഈ മതത്തിലുള്ളവരായിരിക്കുമല്ലോ. ഇവന്മാർക്ക് പോലും ഇല്ലേ ഒരു കോമൺ സെൻസ് ഇതൊന്ന് പറഞ്ഞു കൊടുക്കാനായിട്ട്? ഹബീബി ഒപ്പന അങ്ങ് അമ്പലത്തിലാണല്ലോ കളിക്കുന്നേ. കമന്റ് ബോക്സിൽ സ്വയം മുസ്ലിമാന്ന് വിചാരിക്കുന്നവന്മാരുടെ പൂരത്തെറികളാണ്.
വായിക്കാൻ നേരെയില്ല എനിക്ക്. കുറേ ഉണ്ട് റിയാക്ട് ചെയ്യാൻ. അത് മാത്രമല്ല കമന്റ് ബോക്സ് തെറി വിളിക്കുന്ന കഴുതകളെ, നിങ്ങളെ സംബന്ധിച്ച് ഇതെല്ലാം അമുസ്ലിം അല്ലേ? അപ്പം നിങ്ങൾ എന്തിനാണ് മറ്റുള്ള മതക്കാരുടെ വിശ്വാസത്തെ ഇത് വേറെ വല്ല വിശ്വാസമായിരിക്കും അമ്പലത്തിൽ പോയി തുള്ളുന്നത്, അത് വേറൊരു വിശ്വാസമായിരിക്കും. നിങ്ങളെന്തിനാണ് സ്വയം വിചാരിക്കുന്നത് നിങ്ങളുടെ വിശ്വാസമാണെന്നൊക്കെ, അല്ല നിങ്ങളുടെ മതത്തിലുള്ള ആൾക്കാരാണെന്നൊക്കെ? നിങ്ങളുടെ മതത്തിലുള്ള ആൾക്കാരാണിത്? അല്ലല്ലോ. ഈ വീഡിയോ കൊണ്ട് കുലുങ്ങിച്ചിരിക്കുകയും കളിയാക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഓരോരുത്തരും ഇത് തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് കിട്ടിയ അതേ മതഭ്രാന്ത് തന്നെയാണ് ട്രാൻസ്ഫർ ചെയ്ത് നിങ്ങളുടെ മക്കൾക്കും കൊടുത്തുകൊണ്ടിരിക്കുന്നത്. പച്ചയ്ക്ക് വേർതിരിവാണ് നിങ്ങൾ കാണിക്കുന്നത് മനസ്സിലാക്കുക. ഇപ്പോഴും നിങ്ങളൊരു തീരുമാനം എടുക്കാണ്ട് തന്നെ കണ്ടിന്യൂ ചെയ്യുവാണെങ്കിൽ അടുത്ത തലമുറ ഇതുപോലെ തന്നെ ആവർത്തിക്കുക എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഈ സംഭവം ഉണ്ടായതുകൊണ്ടാണെന്ന് എനിക്കറിയത്തില്ല. ഇത് കഴിഞ്ഞ ഉടനെ തന്നെ അടുത്ത ടീം ഇറങ്ങി. ഹിന്ദുമത വിശ്വാസികളുടെ ആഘോഷമായതിനാൽ ഓണാഘോഷം സ്കൂളിൽ വേണ്ടെന്ന അധ്യാപികയുടെ വാട്സ്ആപ്പ് സന്ദേശം തൃശൂർ കുന്നംകുളം കടവല്ലൂർ സിറാജുൽ ഉലും സ്കൂളിലെ അധ്യാപികയാണ് രക്ഷിതാക്കൾക്ക് സന്ദേശം അയച്ചത്. കഴിഞ്ഞ വർഷം വളരെ നന്നായിട്ടാണ് ഓണം ആഘോഷിച്ചിരുന്നത്. ഈ വർഷം വളരെ മിനിമലായി ഓണം സെലിബ്രേറ്റ് ചെയ്യാനാണ് മാനേജ്മെന്റ് തീരുമാനിച്ചിട്ടുള്ളത്. ഈ സംഭവം കണ്ടിട്ട് കുരുപൊട്ടിയിട്ടാണെന്ന് എനിക്കറിയാൻ പാടില്ല, പക്ഷെ എനിക്ക് അങ്ങനെയാണ് തോന്നിയത്. പല മതത്തിലുള്ള മക്കളും പഠിക്കുന്ന ഒരു പബ്ലിക് സ്കൂളാണ്. അതുപോലെ തന്നെ തിബിയാനിൽ പഠിക്കുന്ന മക്കൾക്ക്, അതായത് KG സെക്ഷന് അന്നേ ദിവസം ഹോളിഡേ ആണ്. അവർക്ക് ഓണത്തിന്റെ യാതൊരു സെലിബ്രേഷൻസും ഉണ്ടായിരിക്കുന്നതല്ല. കേരളത്തിന്റെ നല്ല ഭാവിക്ക് വേണ്ടിയെങ്കിലും ഈ വിവരക്കെട്ടവന്മാരൊക്കെ പിടിച്ച് മാറ്റി. തിബിയാൻ എന്ന് പറയുന്നതിന്റെ കൾച്ചർ അല്ലെങ്കിൽ ലക്ഷ്യം എന്താണെന്ന് വെച്ചാൽ ഇസ്ലാമിക രീതിയിൽ അല്ലെങ്കിൽ ഇസ്ലാമിക അന്തരീക്ഷത്തിൽ നല്ലൊരു വിദ്യാഭ്യാസം കൊടുക്കുക എന്നുള്ളതാണ്. എന്തിനാ ഇങ്ങനെ ഈ തമ്മിത്തല്ലുണ്ടാക്കുന്നത് നിങ്ങൾ? കഴിഞ്ഞ വർഷം വളരെ നന്നായിട്ടാണ് ഓണം ആഘോഷിച്ചിരുന്നത്. എങ്ങനെ ഇരിക്കണം? ചെറുപ്പം വരെ നമ്മളെല്ലാവരും പഠിക്കുന്ന ഒരു സാധനമാണ് ഓണം എന്ന് പറയുന്നത്. കേരളത്തിന്റെ ഉത്സവമാണ് അല്ലെ? ജാതി മത ഭേദമന്യേ ആഘോഷിക്കുന്ന ഒരു ഉത്സവമാണ് അല്ലെ? ഒരു ആഘോഷമാണത്. അതിലും മതം കലർത്തുന്ന കുറെ എണ്ണങ്ങൾ. ഈ വീഡിയോ കാണുന്ന നീ ഉൾപ്പെടെ ഉള്ളിൽ മതം വെച്ചിട്ടാണ് മറ്റുള്ളവരെ കാണുന്നത്. അല്ലെന്ന് പറയാവോ? നിങ്ങൾക്ക് അഭിമാനത്തോടുകൂടി പറയാവോ ഞാനൊരു മതത്തിലും ഇല്ല, ഞാനൊരു മനുഷ്യനാണെന്ന് പറയാവോ? പറ്റത്തില്ല, നിങ്ങൾക്ക് ആർക്കും പറ്റത്തില്ല. നിങ്ങൾ എപ്പോഴും എവിടെയോ പേടിച്ചാണ് ജീവിക്കുന്നത്, ദൈവത്തിന്റെ പേരും പറഞ്ഞു. എന്നിട്ടാണ് നിങ്ങൾ വലിയ വിദ്യാഭ്യാസമുള്ളവരെന്ന് പറയുന്നത്. കഷ്ടം. ഈ മതഭ്രാന്തിന്റെ വാലെ പിടിച്ച് നടന്ന് സ്വയം വിഡ്ഢികളാകാതെ പ്രൊഫഷണലുകളാകുക. നിങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ നിങ്ങളുടെ കൂട്ടുകാരന്റെ ജാതി മതവും തപ്പി അവനെ പരിഹസിക്കാനല്ല പോകേണ്ടത്. നമ്മൾ പ്രവർത്തിക്കുന്ന മേഖലയിൽ ഏറ്റവും മിടുക്കനാകാൻ നോക്കുക, ലോകത്തിന്റെ നെറുകയിലെത്താൻ നോക്കുക. ഒരു 40കളിലുള്ളവനാണ് ഈ വിഷം കൂടുതൽ തലയ്ക്കകത്ത്. ചെറുപ്പക്കാരിൽ അത്രയില്ല, പക്ഷെ അവർ പ്രായം കൂടുന്തോറും ഈ വിഷത്തിലേക്ക് വരികയാണല്ലോ. ഈ അംബിഷൻ എന്ന് പറയുന്ന അടുത്തവന്റെ മതം മാറ്റാനുള്ള അംബിഷനല്ല ഞാൻ പറഞ്ഞത്. 12 വർഷത്തിന് ശേഷം ഈശോയുടെ തിരുമുഖം 15 തിരുവോസം നേരിട്ട് കണ്ട പുണ്യ നിമിഷം എവിടെ കാണട്ടെ? അച്ഛൻ്റെ മാത്രമേ കിട്ടിയുള്ളൂ അത്. എവിടെ തിരുമുഖം എവിടെ? വരച്ചു വെച്ചേക്കുന്ന ഇത് എല്ലായിടത്തും ഇത് തന്നെയാണ്. ഇത് നാണമില്ലേ ഇവന്മാർക്ക് ആൾക്കാരെ പറ്റിക്കാനായിട്ട്? ഇതാരെയാ നിങ്ങൾ പറ്റിക്കാൻ നോക്കുന്നത്? 19 വയസ്സുള്ളവര്. അത് നടക്കും. യൂത്തന്മാരുടെക്ക് ഈ പരിപാടി നടക്കി തരാം കേട്ടോ. ഇങ്ങനെ കുറെ വധൂരികൾ. നസിയുടെ പോസ്റ്റ് മുമ്പ് എടുത്തോണ്ട് പോ. ഇതിന് വലിയ കോമഡി ഉണ്ട്, അതും കൂടി കാണിക്കാം. ഇതൊക്കെ ഒരു പബ്ലിസിറ്റിക്ക് വേണ്ടി ചെയ്യുന്ന ഒരു വീഡിയോ ആയിട്ടാണ് എനിക്ക് തോന്നിയത്. നിസ്സംശയം പറയാം, അത് തന്നെയാണ്. എന്റെ കാരണം കൂടി ഞാൻ പറഞ്ഞുതരാം. ആ വ്യക്തിക്ക് ഇപ്പൊ അത്രയും ഒരു അപകടകരമായുള്ള സ്ഥലത്ത് പോയിട്ട് തന്നെ നിസ്കരിച്ചോളാം എന്നൊരു നിർബന്ധമില്ല. ആ വ്യക്തിക്ക് കഴപ്പാ ചേട്ടാ, ചേട്ടൻ അതൊന്നും കാര്യമാക്കണ്ട. അല്ലെങ്കിൽ പോട്ടെ, ഇനിയിപ്പോ ഏത് നാട്ടിലാണ് ഒരു നിസ്കരിക്കാൻ സൗകര്യം ഇല്ലാത്ത സ്ഥലമുള്ളത്? ഏതാണ്? കാരണം എന്ന് വെച്ചാൽ ഒരു പള്ളി സൗകര്യം ഇല്ലാത്ത ഏത് സ്ഥലങ്ങളാ ഉള്ളത്? ചേട്ടൻ അറിയാൻ പറ്റില്ല, ഭൂരിഭാഗം പേർക്കും മറ്റേ മതം പിടിച്ച് തലയ്ക്ക് ഭ്രാന്താണ്. ആവശ്യകത ഉണ്ടോ? ഒരാവശ്യമില്ല. ചുമ്മാ ഒരു ഷോ കാണിക്കാൻ വേണ്ടിയിട്ട് ഒരു അവിടെ പോയി നിസ്കരിക്കുക എന്നുള്ളത് എനിക്ക് തോന്നിയ ഒരു കാര്യം ഞാൻ പറഞ്ഞത്. ബുദ്ധിയും ബോധമുള്ള മുസ്ലിംസ് തന്നെ, മുസ്ലിംസ് എന്ന് പറയാൻ പറ്റില്ല, ബുദ്ധിയും ബോധമുള്ള മനുഷ്യർ തന്നെ അവനെ കമന്റ് പോസ്റ്റ് ചെയ്തിട്ട് വട്ടത്തിൽ നീളത്തിട്ട് ഊക്കണുണ്ട്. വാങ്ങാൻ പറഞ്ഞിട്ട് ഇതെന്താ തോമസേ? ജാക്ക് ഡാനിയൽസ്. അതാണ് മാതാവിന്റെ പവർ. വാങ്ങിയത് ജവാനാണ്, പക്ഷെ കൃപാസനം പത്രത്തിലൊന്ന് പൊതിഞ്ഞു. ഹല്ലേലൂയ സൂത്രം. ഇതിന്റെ മൂത്രം എന്നൊക്കെ പറയുന്നവരെ ശരിക്കും പറഞ്ഞാൽ ക്രിസ്ത്യാനികളുടെ വീഡിയോയ്ക്ക് വേണ്ടി കഴിഞ്ഞ വീഡിയോ എന്നൊക്കെ ക്ലിപ്പ് അടിച്ച് മാറ്റേണ്ട അവസ്ഥയാണ് എനിക്ക്. നിങ്ങൾ ആരെങ്കിലും മുസ്ലിംസ് ഒക്കെ ഉണ്ടെങ്കിൽ ദയവ് ചെയ്ത് നമുക്ക് താലിയാക്കി പോകണ്ടേ, നിങ്ങൾ അയച്ചു തരൂ, ഞാൻ തീർച്ചയായിട്ടും റിയാക്ട് ചെയ്യാം. കഴിഞ്ഞ വീഡിയോയിൽ ഏതോ ഒരുത്തൻ 4ാം ക്ലാസ് വിദ്യാഭ്യാസം പോലും ഇല്ലാത്തൊരു വർത്താനം എൻ്റെ അടുത്ത് പറഞ്ഞു. ഇത്ര ശതമാനം ഊക്ക് ക്രിസ്ത്യാനികൾക്ക്, ഇത്ര ശതമാനം ഊക്ക് മുസ്ലിംസിന്, ഇത്ര ശതമാനം ഊക്ക് ഹിന്ദുക്കൾക്ക്, ഭൂരിഭാഗം കിട്ടുന്നത് ഞങ്ങൾക്കാണ്. അവിടെ നാണമില്ലടെ ഭൂരിഭാഗവും റേഷ്യോ ഒക്കെ പറഞ്ഞു കളിക്കാനായിട്ട്. ഉള്ളതല്ലേ റിയാക്ട് ചെയ്യുന്നത്, കിട്ടുന്ന മേടിച്ച് വെക്കൂടെ? നീ അയച്ചതാ ഞാൻ റിയാക്ട് ചെയ്യാം. എനിക്ക് കിട്ടാത്തതുകൊണ്ടാ. Okay, why is he kissing the floor? ഇതെന്തിന്റെ ഫസ്റ്റ് കോപ്പിയാണോ ഇത്? എടി യോമാർ ഇതിന്റെ ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാക്കി അതിനിടയ്ക്ക്. സാധാരണ ഐഫോൺ ഇറങ്ങിക്കഴിഞ്ഞാൽ ഐഫോണിന്റെ കോപ്പി, സാംസങ് ഇറങ്ങിക്കഴിഞ്ഞാൽ സാംസങ്ങിന്റെ കോപ്പി, അഡിഡാസ് ഇറങ്ങിക്കഴിഞ്ഞാൽ അഡിഡാസിന്റെ കോപ്പി. ഒരു വിശ്വാസം തന്നെ കോപ്പി അടിച്ചത്.
എത്ര പേരെ പറ്റിച്ച് കാണുമല്ലേ. ഇത് കേട്ട് പ്രാർത്ഥിക്കാനും തുള്ളാനും നിൽക്കുന്ന കുറെ കഴുതകൾ. എടാ ഇത്രയൊക്കെ ഉള്ളൂ നീയും നിന്റെ വിശ്വാസമൊക്കെ. ഇനി നിങ്ങൾ ഒറിജിനലിൽ പോയാൽ തന്നെ അത് ഇതിലും വലിയ കോമഡി തന്നെ. അവിടെ സാക്രിലിയാസ്റ്റൊക്കെയാണ് നടക്കുന്നത്. ജാക്കി ഫുൾ ജാക്കി ഓപ്പാണ്. ഹാഷ് മോസ്ക് മീറ്റ് എന്ന് നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് കാണാം പെൺകുട്ടികൾ അനുഭവിക്കുന്ന അല്ലെ മുസ്ലിം യുവതികളൊക്കെ അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ് ജാക്കി ഓപ്പ്. അപ്പൊ അവിടെയാണ് നിങ്ങൾക്ക് പോകാൻ ആഗ്രഹം. മനസ്സിലാവുന്നുണ്ട്. ശരീരത്തിൽ പച്ച കുത്തിയതിന്റെ പേരിൽ ന്യൂജൻ പിള്ളേരെ മാറ്റി നിർത്തുന്ന ചിലരെയെങ്കിലും നമ്മുടെ പള്ളിയുടെ വകയിൽ കാണാറില്ലേ? പക്ഷെ പുതിയ തലമുറയെ ക്രിസ്തു മതത്തിലേക്ക് ആകർഷിക്കണമെങ്കിൽ അവരുടെ രീതികളും മാറ്റങ്ങളും ഉൾക്കൊള്ളണമെന്ന നിലപാട് സ്വീകരിക്കുകയാണ് വത്തിക്കാൻ. പുതുതലമുറയിൽ കുറഞ്ഞു വരുന്ന ആത്മീയതയ്ക്ക് ഇതൊരു പരിഹാരമാകുമെന്നും ജൻസികളിലേക്ക് ക്രിസ്തുവിനെ കൊടുക്കാൻ പരമ്പരാഗത രീതിയിൽ നിന്ന് മാറുന്നത് നല്ലതായിരിക്കുമെന്നുമാണ് വിലയിരുത്തൽ. കൈവിട്ടു പോയല്ലേ അച്ചോ. ഇതിന്റെ ഭാഗമായി സോഷ്യൽ മീഡിയ ഫോളോവേഴ്സ് ഉള്ള അച്ഛന്മാരെയും കന്യാസ്ത്രീകളെയും വത്തിക്കാനിൽ നടക്കുന്ന ഒരു യോഗത്തിലേക്ക് ക്ഷണിച്ചിരുന്നു. ദൈവം അങ്ങനെയൊന്നും നീ പള്ളിയിലോട്ട് തൊലിക്കണമെന്ന് യാതൊരു നിർബന്ധമില്ല. ഏതാണ്ട് 1000-ഓളം പേർക്കാണ് ഈ ക്ഷണം ലഭിച്ചത്. ക്രിസ്ത്യാനികളൊക്കെ കൈവിട്ട് പോവുകയാണല്ലോ മാർപ്പാപ്പേ. 2 കൈയിലും പച്ചകുത്തിയ ബോഡി ബിൽഡറായുള്ള ഇറ്റലിയിലെ ഫാദർ ഗുസപ്പെ ഫുസാരിയ ഇവരിൽ പ്രധാനിയാണ്. 60,000-ത്തിലധികം ഫോളോവേഴ്സ് ആണ് ഫാദർ ഫുസാരിയയ്ക്ക് ഇൻസ്റ്റഗ്രാമിലുള്ളത്. എന്ത് മനസ്സിലായി? ആളുകൾക്ക് ബോധം വെച്ചൊന്ന് മനസ്സിലായില്ലേ? ആളുകളെ സഭയുമായി അടുപ്പിക്കുന്നതിൽ സോഷ്യൽ മീഡിയയ്ക്ക് വലിയ പങ്കുണ്ടെന്ന് വിശ്വസിക്കുന്നവരിൽ ഒരാൾ കൂടിയാണ് ഇദ്ദേഹം. 58-കാരനായ ഫാദർ ആത്മീയ ചിന്തകൾക്കൊപ്പം തന്നെ തന്റെ ടാറ്റുവിനെയും പ്രൊജക്ട് ചെയ്യുന്ന ചിത്രങ്ങൾ ഇൻസ്റ്റയിൽ പങ്കുവെക്കാറുണ്ട്. ബൈബിളിൽ പോലും പറയാത്ത കാര്യങ്ങളാണല്ലോ കത്തോലിക്ക സഭ കാണിച്ചു കൂട്ടുന്നേ. കത്തോലിക്ക സഭയല്ല, ഇത് തൊലിക്ക സഭ. ആഗോള സമൂഹത്തിൽ സോഷ്യൽ മീഡിയയ്ക്കുള്ള സ്വാധീനം വലുതാണെന്ന് അന്തരിച്ച ഫ്രാൻസിസ് മാർപ്പാപ്പയും പറഞ്ഞിരുന്നു. കമന്റ്സ് എടുക്കട്ടെ. മുടി വളത്തിന്റെ പേര് സൺഡേ സ്കൂളിലും നാട്ടിലും കേട്ട കോണ കുറച്ചൊന്നുമല്ല, സത്യം. Again and again proved everything is a business. Yes. പിന്നല്ല, അത് പിന്നെ അങ്ങനെ വേണ്ടേ. ലോകാവസാന നാളുകൾ എടുത്തിരിക്കുന്നു. അച്ചോടാ, ഇത് പണ്ടേ ഞാൻ നാട്ടുകാരോടും വീട്ടുകാരോടും പറഞ്ഞു, ആരും കേട്ടില്ല. ചാറ്റ് അടിച്ചാൽ നരകത്തിൽ പോവോ. ശരീരത്തിൽ മുറിവുണ്ടാക്കരുത്, മെയ്മേൽ പച്ച കുത്തരുത്, ഞാൻ യഹോവയാകുന്നു. ലേവ്യ പുസ്തകം 19:28. കത്തോലിക്ക സഭയുടെ കണക്കുകൾ സൂചിപ്പിക്കുന്നത് ലോകത്താകമാനം ജൻസികളിൽ 34% പേരും പള്ളിയുമായി ഒരു ബന്ധവും പുലർത്തുന്നില്ല എന്നാണ്. ആള് പറഞ്ഞ ഏത് മതവും മുട്ടുകുത്തുമെന്ന് മനസ്സിലായില്ലേ? അച്ഛന്മാരൊക്കെ ജിമ്മിൽ പോയി ഹൃതിക് റോഷനും ഷാരൂഖ് ഖാനൊക്കെ ആവേണ്ട അവസ്ഥയായി കേട്ടോ. വലിയൊരു ഭാഗം ഞായറാഴ്ച കുർബാനയ്ക്കും സൺഡേ സ്കൂളിലും പോകാത്തവരാണ്. ക്രിസ്ത്യാനികളൊക്കെ ഓമ്പിയേ, ഇനി മനുഷ്യനായിട്ട് ജീവിക്കും. ഈ പ്രതിസന്ധി മറികടക്കാൻ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ നിലപാട് അദ്ദേഹത്തിന്റെ പിൻഗാമിയായ ലിയോ 14 മാർപ്പാപ്പയും ശരിവെക്കുന്നതിന്റെ ഉദാഹരണമാണ് കത്തോലിക്ക സഭ മാറ്റങ്ങളോട് കാട്ടുന്ന ഈ തുറന്ന മനോഭാവത്തിന്റെ പിന്നിലും. ജനറൽ കാറ്റഗറി നമ്മുടെ സംഭവമൊക്കെ എടുത്ത് മാറ്റും, നമുക്ക് ആനുകൂല്യങ്ങൾ കിട്ടും. ഏത് മതം മാറും അങ്ങനെ എന്തെങ്കിലും ചെയ്തിരുന്നോ? മതം മാറി. എന്റെ ജന്നത്ത് എന്നാണ് പേര്. അവൾ മുസ്ലിമായിട്ട് കൺവേർട്ട് ആയിരിക്കുകയാണ്. ജന്നത്ത് എന്നാണ് പേര്. അപ്പം അതൊക്കെ നിസ്കരിക്കാനും ഇതിന്റെ വാക്ക് നമ്മളോട് തന്നെ റിയാക്ട് ചെയ്യുന്നതായിരിക്കും. ചേട്ടനോട് ഞാൻ പറഞ്ഞത് എന്റെ വലിയ കുടുംബമാണ്, പാപ്പമാരൊന്നും സമ്മതിക്കില്ല. അപ്പൊ ഇതാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോ റിയാക്ട് ചെയ്തല്ലേ. ഭയങ്കര എഗൻസ്റ്റ് ആയിരുന്ന സമയമായിരുന്നു അത്. എന്റെ ബസ് സ്റ്റാൻഡിൽ, എന്റെ സ്ഥലത്തെ ബസ് സ്റ്റാൻഡിൽ എത്തിയപ്പോൾ ആൾക്കാരൊക്കെ വന്ന് ഞങ്ങൾ രണ്ടുപേരും നല്ലോണം അടിച്ചിട്ട് ഭയങ്കര സിവിയർ കണ്ടീഷൻസ് ആയിരുന്നു. അപ്പൊ ഫാമിലീസ് അവരും വന്നു. അപ്പൊ ഞാൻ തറവാടിന്റെ പേര് നശിപ്പിച്ചു എന്ന് പറഞ്ഞിട്ട് അവരും ഭയങ്കര ക്രൂഷ്യലായിട്ട് ചെയ്തു. പിന്നെ അവിടെ നിൽക്കാൻ പറ്റിയില്ല. ഉമ്മാന്റെ നാട്ടിലേക്ക് കണ്ണൂർ തന്നെ കൊണ്ടുവിട്ടു. ഒരു വീട്ടുകാർ കുറെ വിളിച്ച് ചോദിച്ചു, മോളെ കെട്ടിച്ചേരം ഞാൻ നോക്കിക്കോളാം, എനിക്ക് വേറെ ആരും ഇല്ല ഇവിടെ. അമ്മ കുറെ ചോദിച്ചു, പക്ഷെ എന്നെ വീട്ടുകാരെ സമ്മതിച്ചില്ല. പിന്നെ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ചാടേണ്ടി വന്നു. ഇരുന്ന് ജോലി ചെയ്യാൻ പറ്റാത്ത അവസ്ഥ. എനിക്ക് ഡിസ്കിന് ബൾജും സെർവിക്കലായിട്ട് പ്രോബ്ലം ആയ കാരണം എനിക്ക് ഇരുന്ന് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായി. കഴിഞ്ഞ വീഡിയോ കാണാത്തുണ്ടെങ്കിൽ ലിങ്ക് ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്, അത് പോയി കണ്ടേച്ച് വരുന്നതായിരിക്കും ബെറ്റർ. ഇത് അവർ കാണുകയാണെങ്കിൽ എനിക്ക് എന്തോരം വിഷമമുണ്ട് എന്ന് അവർ അറിയണം. കാരണം ഒരു പെൺകുട്ടികളെ ഇങ്ങനെ തല്ലരുത് അവര്. അല്ലാണ്ട് മനസ്സുകൊണ്ട് പറഞ്ഞു എന്ത് വേണമെങ്കിൽ അവർ ചെയ്തതിന് ഒരു പക്ഷെ ഞാൻ അവിടെ പിടിച്ചു നിന്നേനെ. അല്ല, ചെയ്യുന്നതിനൊക്കെ തിരിച്ചു കിട്ടിയ ചരിത്രങ്ങളേ ഉള്ളൂ. അത് നിങ്ങൾ ഏത് ഹിസ്റ്ററി എടുത്ത് നോക്കിയാലും നിങ്ങൾക്ക് കാണാൻ സാധിക്കും. സ്റ്റേ ട്യൂൺഡ്. അപ്പോൾ ഇത്രയുള്ള എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് നമ്മൾ ഉടൻ തന്നെ വരുന്നതായിരിക്കും. ബൈ ഫോർ നൗ. ഹലോ, നിങ്ങളുടെ ക്രെഡിറ്റ് കാർഡിന്റെ സുരക്ഷ സംബന്ധിച്ച് SBI കാർഡിൽ നിന്നുള്ള ഒരു പ്രധാന സന്ദേശമാണിത്. ഒരു ഓൺലൈൻ ഇടപാട് പൂർത്തിയാക്കാൻ ആവശ്യമായ 6 അക്ക നമ്പറാണ് ഒറ്റത്തവണ പാസ്വേഡ് അല്ലെങ്കിൽ OTP.
ഓക്കെ. ഒരിക്കലും OTP അല്ലെങ്കിൽ ആ. ക്രെഡിറ്റ് കാർഡ് വിശദാംശങ്ങൾ ആരുമായും പങ്കിടരുത്. ഇല്ല, ഇപ്പൊ ഒരു 4 ലക്ഷം പേര് കണ്ടിട്ടുണ്ടാവും അല്ലേ? സോറി. ഒരിക്കലും നിങ്ങളോട് ഈ വിശദാംശങ്ങൾ ചോദിക്കില്ല. ആ. ജാഗ്രത പാലിച്ച് സുരക്ഷിതരായിരിക്കും. ശരി, ടാറ്റ. വിളിക്കാൻ കണ്ട സമയം